കണ്ണൂർ പാറക്കണ്ടി മഞ്ചപ്പാലം റോഡിൽ 24 മണിക്കൂറിനുള്ളിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കാട്ടി കരാറുകാരന്റെ വീട്ടിൽ കോർപ്പറേഷൻ നോട്ടീസ് പതിച്ചു. കാലവർഷം ശക്തിപ്പെട്ട സമയത്ത് നോട്ടീസ് പതിച്ചത് തന്നെ അപമാനിക്കാനാണെന്നും ഇതിനെതിരെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കരാറുകാരൻ ധീരജ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ ഈ റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ വിഷൻ വാർത്തയിലൂടെ ജനങ്ങളുടെ ദുരിതം കണ്ടിരുന്നുവെന്നും അത് പരിഹരിക്കാൻ തിങ്കളാഴ്ച തന്നെ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുമെന്നും ധീരജ് കുമാർ പറഞ്ഞു. കണ്ണൂർ പാറക്കണ്ടി മഞ്ചപ്പാലം റോഡ് തകർന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തത്. നാട്ടുകാർ കോർപ്പറേഷനിൽ എത്തി പരാതി പറയുന്നതും പതിവായിരുന്നു. ഇതെല്ലാമായതോടെയാണ് കോർപ്പറേഷൻ കടുത്ത നടപടിയിലേക്ക് കടന്നത്. 24 മണിക്കൂറിനകം റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് കരാറുകാരൻ ധീരജ് കുമാറിന്റെ വീട്ടിൽ പതിക്കുകയായിരുന്നു. അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തിന് ഉത്തരവാദി കരാറുകാരൻ ആയിരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ ജപ്തി നടപടി പോലെ തന്റെ വീട്ടിൽ നോട്ടീസ് പതിച്ചത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ധീരജ് കുമാർ പറയുന്നത്. മെയ് 16 ആ വർക്ക് എഗ്രിമെന്റ് വെച്ചത്. എനിക്ക് 120 ദിവസം കാലാവധിയുണ്ട്. ഇന്നലെ അന്ന് രാവിലെ കോർപ്പറേഷൻ ഓഫീസിൽ സെക്രട്ടറി വിളിക്കുന്നു, ഇപ്പം ആ റോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ മഴയല്ലേ, മഴ അന്ന് എനിക്ക് കുറേ തിരക്കാറില്ല. ഞാൻ പറഞ്ഞു, നാളെ വണ്ടിക്ക് കുഴിയടക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്യാം. അന്ന് പറയാം, നാളെ ഇന്നേക്ക് ചെയ്തില്ല, നിനക്ക് ബാക്കി എന്താ ചെയ്യുക നടപടി ഞാൻ ആയിക്കോളൂ, ബാക്കി നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ കട്ട് ചെയ്തത്. അതിന് മേയർ എന്നെ വിളിച്ചു. മേയർ പറഞ്ഞു, ഇങ്ങനെ വ്യാപാരി വയസ്സിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. എൻ്റെ കുണ്ടുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, ശരി സാർ, നമുക്ക് അങ്ങനെയെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച എന്തെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് വിട്ട് ഞാൻ വേറെ സംസാരിച്ചു. അതിനുശേഷം 6 മണിക്ക് എൻ്റെ വീട്ടിൽ കോർപ്പറേഷൻ സെക്രട്ടറിൻ്റെ നോട്ടീസ് പതിച്ചിട്ട് അത് ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ. ഭീഷണിപ്പെടുത്തി തന്നെ ഞാൻ കുടുംബമായിട്ട് ഭാര്യ ഒറ്റയ്ക്ക് മാത്രമില്ല. ആ സമയത്താണ് വീട്ടിൽ ജപ്തി അയൽവക്കയിലെ ആൾക്കാർ കാണും, ജപ്തി നോട്ടീസ് വൈകുന്നവർ കോർപ്പറേഷനിൽ നോട്ടീസ് ഒന്നും പതിച്ചില്ല. അതെനിക്ക് മാനഹാനി സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് എൻ്റെ പ്രയാസമുണ്ട്. അതിന് ഞാൻ സെക്രട്ടറിക്ക് അതിന് കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഞാൻ നിയമ നടപടി സ്വീകരിച്ചിട്ട് പോകുന്നതാണ് എൻ്റെ തീരുമാനം. മെയ് 16 റോഡ് ടാർ ചെയ്യാനുള്ള കരാർ ഏറ്റെടുത്തത്. 4 മാസത്തെ സമയവും നൽകിയിട്ടുണ്ട്. കരാർ എടുത്ത് 14ാമത്തെ ദിവസമാണ് റോഡ് ടാർ ചെയ്തില്ലെന്ന് കാട്ടി സെക്രട്ടറി വീട്ടിൽ നോട്ടീസ് പതിച്ചതെന്നും ധീരജ് കുമാർ പറഞ്ഞു. കനത്ത കാലവർഷത്തെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലത്ത് എങ്ങനെയാണ് റോഡ് ടാർ ചെയ്യേണ്ടതെന്നും ധീരജ് കുമാർ ചോദിച്ചു. എന്നാൽ റോഡിന്റെ ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർ നിരന്തരം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അറ്റകുറ്റപ്പണിക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. കണ്ണൂർ വിഷൻ വാർത്തയിലൂടെ ഈ റോഡിന്റെ ദുരവസ്ഥ കണ്ടുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തന്നെ പറ്റാവുന്ന തരത്തിൽ കുഴിയടക്കുമെന്നും ധീരജ് കുമാർ ഉറപ്പ് നൽകി. പക്ഷെ എന്താ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻ്റെ ഒരു വശം നോക്കി ചില ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തു കൊടുക്കും സാധാരണയാണ്. അത് നമ്മൾ സഹായിച്ച് ചെയ്യുന്നതാണ്. അത് കോർപ്പറേഷൻ അധികാരമല്ല, ഒരു കോൺട്രാക്ട് നാടിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളെ ന്യൂസിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ തിങ്കളാഴ്ച തന്നെ അത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. കുഴിയടക്കാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. പാറക്കണ്ടി മുതൽ മഞ്ചപ്പാലം വരെ 1 കിലോമീറ്റർ റോഡാണ് ടാർ ചെയ്യേണ്ടത്. MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. 3 വർഷത്തിലധികമായി ഇവിടെ റോഡ് തകർന്നു കിടക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.